ഹായ് കൂട്ടുകാരെ, ടെക്ലൂട്ടാപ്പിലെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ തവണ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ഈ മണ്ഡലകാലമൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഈ ചെടിയിൽ ഇതുപോലെ മുത്തുകളായി തുടങ്ങും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കന്നി തുലാം മാസമൊക്കെ മുതൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇംഗ്ലീഷ് മാസം പറയുകയാണെന്ന് വെച്ചാൽ ഒരു ഒക്ടോബറൊക്കെ മുതൽ. അപ്പോൾ ഈ ചെടിയിൽ ഇതുപോലെ മുത്തുകൾ ഇങ്ങനെ ഉണ്ടായി തുടങ്ങും. അപ്പോൾ ഇതാണ് നമ്മുടെ മുത്തുകൾ വിരിയുന്ന ചെടി. ഈ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ മണി കൊണ്ട് മാലയൊക്കെ കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് അയ്യപ്പന്മാർ മലയ്ക്ക് പോണവരൊക്കെ ഇതുപോലെ മുത്തുകൊണ്ട് മാല കിട്ടുമായിരുന്നു. പാപ്പനൊക്കെ ഇതുകൊണ്ട് മാല കെട്ടാറുണ്ട്. ആ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. എന്നെ മാല കെട്ടാൻ പഠിപ്പിച്ചത് വല്യമ്മയാണ് കേട്ടോ. ഞാൻ വല്യമ്മയുടെ അടുത്ത് നിന്നാണ് പഠിച്ചത്. അപ്പോൾ മാല കെട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ചെടിയുമെന്ന് ഈ മാലമണിയൊക്കെ പൊട്ടിക്കണം. നമുക്ക് വളരെ ഇതിങ്ങനെ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു ചാര കളറാവും. ആദ്യം പച്ചയായിരിക്കും, പിന്നെ ബ്ലാക്ക് ആവും, പിന്നെ ഒരു ചാര കളറാവും. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. അത് മിക്കവാറും ഈ സമയത്തൊക്കെ ഞങ്ങളുടെ സ്ഥലത്തുള്ള ഒരുപാട് പറമ്പുകളിൽ ഇത് ഉണ്ടായി നിൽക്കണം. ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ അവിടെയും ഇങ്ങനത്തെ ഈ ചെടികളുണ്ടാവും. ഈ ചെടിയുടെ പേരോ അതിൻ്റെ ശാസ്ത്രീയ നാമമൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഈ മാലമണികളൊക്കെ ആദ്യം പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ നടുവിൽ കൂടെ ഒരു ചെറിയൊരു ഒരു ചെറിയ ഹോളുണ്ട്. അപ്പോൾ നമുക്ക് വല്ല കമ്പിയോ അല്ലെങ്കിൽ നൂലൊക്കെ ഇട്ട് കെട്ടാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. എല്ലാ മാലമണിയും പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാല കോർക്കാം. നമുക്ക് വേണ്ടത് മാല കെട്ടുന്ന ഒരു കമ്പി, അതുപോലെ തന്നെ അതിനുള്ളൊരു ചവണ, പിന്നെ ഈ മാലമണി, ഇതൊക്കെയാണ്. നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഈ മുത്തുകൾ ഒരേ ഡയറക്ഷനിൽ, അതായത് അതിൻ്റെ അടിഭാഗവും മേൽഭാഗവും ഒരേപോലെ വരുന്ന രീതിയിൽ നമ്മൾ ഈ കമ്പിയിൽ കുറച്ച് കോർത്ത് വയ്ക്കണം. എന്നാലാണ് നമുക്ക് കെട്ടാൻ എളുപ്പം. എന്നിട്ട് പിന്നെ ഓരോ മണികളായിട്ട് നമ്മളിങ്ങനെ സാധാരണ മാല കെട്ടുന്ന പോലെ തന്നെ കെട്ടിയെടുക്കുക. കുറച്ചൊരു സമയം പിടിക്കുന്ന പരിപാടിയാണിത്. പിന്നെ ഞാനിപ്പോൾ പഠിച്ചു വരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം നേരം എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഒന്ന് ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കാത്. നമ്മുടെ മാല ഏകദേശം കെട്ടിക്കഴിഞ്ഞു. 51 മണി ആയിട്ടാണ് ഇത് കെട്ടുന്നത്. ഇനി നമ്മൾ ഈ മാല ഒരാൾക്ക് കൊടുക്കുകയാണ്. ഇതാ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാല കെട്ടാനായിട്ട് നമ്മൾ വേറെ ആർട്ടിഫിഷ്യലായിട്ടുള്ള മണികളൊന്നും എടുക്കണില്ല. നമ്മളിതുപോലെ ചെടിയിൽ നിന്ന് കിട്ടണ ഈ മണിയാണ് എടുക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരു ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും കാണുന്നവരേക്കും ബൈ.